ഏവർക്കും നമസ്കാരം. ആദിത്യ ഹൃദയ സ്തോത്രം ശ്ലോകങ്ങൾ 25-26. ഏനമാപ്സു കൃച്ഛ്രേഷു കാന്താരേഷു ഭയേഷു ച കീർത്തയൻ പുരുഷ കച്ഛിന്നാവസീതതി രാഘവ പൂജയസ്വേനമേകാഗ്രോ ദേവദേവം ജഗത്പതിം ഏതത്രിഗുണിതം ജപ്ത്വാ യുദ്ധേഷു വിജയിഷ്യസി. 24-ാമത്തെ ശ്ലോകത്തോടെ ആദിത്യ ഹൃദയ സ്തോത്രം സമാപിച്ചു. ഇനി ഫലശ്രുതിയാണ്. ഈ ശ്ലോകങ്ങളുടെ ജപത്തിലൂടെ ആർജിതമാകുന്ന ഫലങ്ങളെക്കുറിച്ച് ശ്രീരാമനോട് അഗസ്ത്യമുനി വിവരിക്കുന്നു. അല്ലയോ രാഘവ, രഘുവംശ സന്താനമേ, ഏതൊരു മനുഷ്യനാണോ കഷ്ടതകളിൽ പ്രയാസങ്ങളിൽപ്പെട്ട് ഉഴലുന്നത്, ഏതൊരാളാണോ വനത്തിലോ ഭയത്തിലോ അകപ്പെടുന്നത്, ആ വ്യക്തി ആദിത്യന്റെ മഹത്വങ്ങൾ വർണ്ണിക്കുന്ന ഈ സ്തോത്രങ്ങൾ ജപിക്കുന്ന പക്ഷം ഒരു ദുഃഖത്തിലും ചെന്ന് ചാടുകയില്ല, ഒരു നാളും നിരാശതയ്ക്ക് വശം പതനാവുകയും ഇല്ല. ശ്രീരാമൻ നിൽക്കുന്നത് അടർക്കളത്തിലാണ്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിലാണ്. ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അവിടെ ധർമ്മത്തിന്റെ വിജയമാണ് ലോകത്തിന്റെ സുഗമ സഞ്ചാരത്തിന് അനിവാര്യം. അതിനാൽ ശ്രീരാമൻ ജയിക്കുക തന്നെ വേണം. അല്ലയോ രാമ, ദേവാദിദേവനാണ് ആദിത്യൻ, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ. അങ്ങനെയുള്ള ആദിത്യനെ ശ്രദ്ധാപൂർവമായ മനസ്സോടെ ഏകാഗ്രചിത്തനായി പൂർണ്ണ സമർപ്പണത്തോടെ ഈ സ്തുതി 3 ജപിക്കുക. യുദ്ധത്തിൽ നീ വിജയിക്കുക തന്നെ ചെയ്യും. ശ്രീരാമന് നേരിടേണ്ടി വന്ന ക്ലേശങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നില്ല. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കരഗതമായ ജീവിതം ഒരല്പം ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകാനായാൽ മറികടക്കാവുന്ന ക്ലേശങ്ങളെ ഉണ്ടാകുന്നുള്ളൂ. ശ്രീരാമന് ആത്യന്തികമായ വിജയത്തിന് കരുത്തു പകരുന്ന ഈ സ്തോത്രം നമുക്ക് എത്രമാത്രം സഹായകമാകാതിരിക്കില്ല. അതുതന്നെയാണ് ആദിത്യ ഹൃദയത്തിന്റെ മഹത്വം.